മഞ്ഞ് പുറത്ത ആ ഒരു പർവ്വത ശിഖരങ്ങൾ കാണുന്നില്ലേ, അതിന്റെ താഴ്വരയിൽ എവിടെയാണ് ഗോപുരം. സാധാരണക്കാർക്കൊന്നും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അത് ദേവഭൂമിയാണ്. അങ്ങോട്ടേക്കുള്ള പാതകളിൽ എപ്പോഴും കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാവും, കൂടാതെ ശക്തമായ ഹിമക്കാറ്റ്. ഇത് കൂടാതെ ആ പർവ്വതങ്ങൾക്കിടയിൽ എവിടെയോ ഒരു ചെറിയ വിടവുണ്ട്. അതും കടന്ന് അപ്പുറത്തേക്ക് ചെന്നെങ്കിൽ മാത്രമേ ശരിയായ ഗോപുരത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കൂ. ഒരു സാധാരണക്കാരൻ ഇത്രയും ത്യാഗം സഹിച്ച് അവിടെ എത്തിപ്പെടുകയാണെങ്കിൽ അയാൾ തിരിച്ചു വരുന്നത് തികച്ചും ഒരു ദേവനായി തന്നെയായിരിക്കും. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് വല്ലാത്ത സങ്കടമായി. കാരണം ഇത്രയും ദുഷ്കരമായ പാതയോട് സഞ്ചരിച്ച് അവിടെ എത്തുക എന്നുള്ളത് തികച്ചും അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ തനിക്ക് അതിനുള്ള വിധിയില്ലായിരിക്കാം എന്നയാൾ സമാധാനിച്ചു. കുറെ സമയത്തേക്ക് പിന്നെ ഇരുവരും ഒന്നും സംസാരിച്ചില്ല. പക്ഷേ പവിത്രമായ ആ ഒരു ദേവഭൂമിയെ കുറിച്ച്, എങ്ങനെയെങ്കിലും അവിടെ ചെന്ന് പറ്റാൻ സാധിച്ചാലുണ്ടാവുന്ന ആ ഒരു നേട്ടത്തെ കുറിച്ചോർത്തും അയാൾ ആവേശിച്ചു. ഇക്കാര്യം സുഹൃത്തായ നരനാരായണനോട് പറഞ്ഞപ്പോൾ അയാൾ ആവേശത്തിലായി. എന്ത് ത്യാഗം സഹിച്ചും താനും അങ്ങോട്ടേക്ക് കൂടെ വരാം എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ നരനാരായണനെ കൂടെ കൊണ്ടുപോകാൻ അയാൾ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു നേട്ടം തന്റേത് മാത്രമാവണമെന്ന ഒരു ചെറിയ സ്വാർത്ഥത. മറ്റൊന്ന്, തന്റെ കൂടെ വന്ന് അയാളും കൂടി അപകടത്തിൽപ്പെടുത്തതോ എന്ന് കരുതില്ല. അങ്ങനെ അയാൾ തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് ഏതൊരു ഒരു വാക്ക് പറഞ്ഞു. തന്നെയും കാത്ത് 3 ദിവസം മാത്രമേ നരനാരായണൻ ഗംഗോത്രി ക്ഷേത്രത്തിന്റെ അവിടെ നിൽക്കേണ്ടതുള്ളൂ. തിരിച്ചു വരാൻ സാധിക്കുകയാണെങ്കിൽ 2 പേർക്കും ഒരുമിച്ച് ബാക്കിയുള്ള ഹിമാലയൻ യാത്ര പൂർത്തിയാക്കാം. അങ്ങനെ അയാൾ നരനാരായണനോട് യാത്ര പറഞ്ഞ് ആ ഗുഹയുടെ ഇടതുവശത്തുകൂടിയുള്ള മഞ്ഞ് മൂടിയ പാറക്കല്ലുകളിൽ ചവിട്ടി അതിഭാഗത്യമായി ആ ഗുഹയുടെ മുകളിലേക്ക് എത്തി. അവിടെ നിന്നും കുറച്ചു ദൂരം മുന്നോട്ടേക്ക് നടന്നെങ്കിലും അയാൾക്ക് കൃത്യമായി വഴിയൊന്നും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എങ്ങോട്ടേക്ക് നോക്കിയാൽ കാണാനാവുന്നത് മഞ്ഞ് മൂടിയ പ്രദേശങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ സംശയിച്ച് അവിടെ നിൽക്കുമ്പോൾ താഴെ ഒരു ഭാഗത്തു നിന്നും ഒരു നെടുച്ചാൽ ഒഴുകുന്ന ശബ്ദം അയാൾ കേട്ടു. വേഗം അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കാണാനായത് ഗംഗാനദി ഒരു ചെറിയ നീർച്ചാലായിട്ട് ഈ മഞ്ഞിനുള്ളിലൂടെ ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ്. ഈ ഒരു നീർച്ചാൽ ഓളം പറ്റി നടന്നാൽ ഒരുപക്ഷെ ഇതിന്റെ യഥാർത്ഥ ഉത്ഭവസ്ഥാനത്തേക്ക് എത്താൻ പറ്റുമെന്ന് അയാൾ കണക്കുകൂട്ടി. അങ്ങനെ കുറെ ദൂരം അതിന്റെ ഓളക്കൂടി നടന്നെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ വല്ലാതെ കിടച്ചു വന്നു. കാരണം രാവിലെ മുതൽ ആഹാരമൊന്നും കഴിക്കാതെയുള്ള യാത്ര അയാളെ വല്ലാതെ പ്രവർത്തിയിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കയ്യിൽ അവശേഷിച്ചിരുന്ന കുറച്ച് ആഹാരമുള്ളത് അതും കഴിച്ച് അയാൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു പോയി. അങ്ങനെ ആ നീർച്ചാലിന്റെ ഓളം പറ്റി കുറെ ദൂരം മുന്നോട്ട് പോയെങ്കിലും കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും അങ്ങനെ ഒരു നീർച്ചാലോ ഭാഗമോ ഒന്നും കാണാതാവുകയും ചെയ്തു. ഇനി എന്തായാലും തനിക്ക് യഥാർത്ഥ വഴിയോടെ പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ അയാൾ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ വന്ന വഴിയിലൂടെ തന്നെ അയാൾ വീണ്ടും തിരിച്ചു നടന്നു പോയി. പക്ഷേ വന്ന വഴിയിലൂടെയാണ് തിരിച്ചു നടക്കാമെന്ന വിശ്വാസത്തിൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന അയാൾക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി താൻ ശരിയായ പാതയിലൂടെയല്ല സഞ്ചരിക്കുന്നത്. അയാളെ പതുക്കെ കുറച്ച് ഭയവും ഉത്കണ്ഠയൊക്കെ ബാധിച്ചു. രാവിലെ മുതൽ ഈ തണുത്ത മഞ്ഞിൽ കൂടിയുള്ള യാത്ര കാരണം അയാളുടെ കണ്ണുകളൊക്കെ ചോർന്നു വീർത്ത് കണ്ണുകളിൽ കൂടി ധാരധാരയായി കണ്ണീര് വരുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് എടുത്തു ചാടിയുള്ള യാത്രയ്ക്ക് തനിക്ക് കിട്ടിയ ശിക്ഷ തന്നെയാണെന്ന് അയാൾ കണക്കുകൂട്ടി. സന്ധ്യയ്ക്ക് മുമ്പ് ഒരു താവളം എവിടെയെങ്കിലും കണ്ടെത്തിയിരിക്കും. എന്ത് വേണമെന്നറിയാതെ അയാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ന് ദൂരെയായി മഞ്ഞുപാടുകൾക്കിടയിൽ കൂടി ഒരു കറുത്ത രൂപം മുന്നോട്ടേക്ക് നടന്നു വരുന്ന അയാൾ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അതൊരു മനുഷ്യനാണെന്ന് മനസ്സിലായി. ആ രൂപം അടുത്ത് വന്നപ്പോഴാണ് വ്യക്തമായിട്ട് അയാൾക്ക് കാണാനായത്. ഏതാണ്ട് 6.5 അടി ഉയരത്തിൽ ആചാനബാഹുവായി ഒരു ദൈവിക ദേവേഷമുള്ള ഒരു മനുഷ്യൻ. കയ്യിലൊരു ദണ്ഡുണ്ടായിരുന്നു. അയാൾ അടുത്ത് വന്നതും ഇദ്ദേഹം അയാളോട് പറഞ്ഞു, എനിക്ക് ഗോകുല ഗുഹയിലേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തരണം, എനിക്ക് വഴി തെറ്റിയിരിക്കുന്നു. പക്ഷെ അത്ഭുതം, പോലും നോക്കാതെ വന്ന വഴിയിലൂടെ തന്നെ അയാൾ മുന്നോട്ടേക്ക് പോയി. കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും അയാൾ പെട്ടെന്ന് നിന്നിട്ട് കയ്യിലുള്ള ആ ദണ്ഡിനെ പൂർത്തി അകലെ കൊണ്ട് താഴെ മഞ്ഞുവിലക്കിനുള്ളിൽ വലതെന്ന് പറഞ്ഞു. അവിടെ നിന്നും താഴെ കുനിഞ്ഞ് കൈകൾ കൊണ്ട് തവിട്ട് നിറത്തിലുള്ള സുതാര്യമായ മുട്ടയുടെ ആകൃതിയുള്ള എന്തോ ഒരു വസ്തു പെറുക്കിയെടുത്ത് ഹൃദയത്തോട് ചേർത്ത് ഒന്ന് ധ്യാനിച്ചതിന് ശേഷം അയാൾ തന്റെ വസ്ത്രത്തിനുള്ളിലേക്ക് ചെന്നു. അവിടെ നിന്നും ആ ദണ്ഡമെടുത്ത് എണീറ്റുകൊണ്ട് വളരെ പരിചയമുള്ള ഒരാളെ കാണുന്നത് പോലെ ഇയാളെ നോക്കി ഒന്ന് ചിന്തിച്ചുകൊണ്ട് കൈവീട്ടി കാണിച്ചു, എന്റെ കൂടെ പോകുന്നത്. ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഇവിടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. കുറച്ചു
എത്തിയപ്പോഴേക്കും കറുത്ത മണൽത്തരികൾ കൂട്ടിയിട്ടതുപോലുള്ള ഒരു ഭാഗത്തെയും അവിടെ എത്തിയപ്പോഴേക്കും ആകെ പെട്ടെന്ന് മുന്നതിന് ശേഷം തന്റെ തള്ളവിരൽ സോമകുമാറിന്റെ കുടുംബത്തിനമർത്തി എന്തോ ഒന്ന് മന്ത്രിച്ചു. അതിനുശേഷം അയാളുടെ വലത് കൈപ്പത്തിയിൽ ബോധം പിടിച്ചു. അയാളുടെ കൈകൾ അയാളുടെ മണിബന്ധത്തിൽ അമർന്നു കഴിഞ്ഞപ്പോഴേക്കും ശരീരമാസകലം ചൂട് പിടിക്കുന്നത് പോലെയും ആകെ ഒരു നമസ്കാരം മാജി പച്ചകർക്ക് കേരള നമസ്കാരം മാജി പച്ചകർക്ക് കേരള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാശിചക്രത്തിലെ നക്ഷത്ര മേഖലകളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് രാശിനാഥന്മാരെ കുറിച്ച് അറിയാം. രാശിചക്രത്തിൽ 12 രാശികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇതിൽ ഓരോ രാശിയുടെയും ആധിപത്യം ഓരോ ഗ്രഹങ്ങൾക്കുണ്ട്. അവരാണ് ആ രാശിയുടെ നാഥന്മാർ അല്ലെങ്കിൽ അധിപന്മാർ എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് സ്വന്തമായി നമ്മുടെ വീടുള്ളത് പോലെ ഓരോ ഗ്രഹങ്ങൾക്കും സ്വന്തമായി ഓരോ വീടുണ്ട്. ആ വീടാണ് ഈ രാശികൾ എന്ന് പറയുന്നത്. വിശദമായി നമുക്ക് നോക്കാം. മേടൻ രാശിയും വൃശ്ചിക രാശിയും ചൊവ്വയുടെ വീടാണ്. ഏഴകം തുലാം രാശികൾ ശുക്രന്റെയും, മിഥുനം കന്നി രാശികൾ ബുധന്റെയും, ധനു മീനം രാശികൾ വ്യാഴത്തിന്റെയും, മകരം കുംഭം രാശികൾ ശനിയുടെയും, ചിങ്ങം സൂര്യന്റെയും, കർക്കിടകം ചന്ദ്രന്റെയും വീടാണ്. ജ്യോതിഷികൾ ഇതിനെ സ്വക്ഷേത്രം എന്നാണ് പറയുന്നത്. ക്ഷേത്രം എന്നതിന് പാർപ്പിടം അഥവാ വീട് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ക്ഷേത്രം എന്നാൽ സ്വന്തം വീട് എന്നാണ്. ചിങ്ങം സൂര്യന്റെ സ്വക്ഷേത്രം, കർക്കിടകം ചന്ദ്രന്റെ സ്വക്ഷേത്രം, ഇങ്ങനെ പറയും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സമാധാനവും സുഖവും സന്തോഷവും എല്ലാം തന്നെ ഉണ്ടായിരിക്കും. അതെ, നമ്മുടെ മനസ്സ് സമാധാനപൂർണ്ണമായിരിക്കും. അതുപോലെ ഗ്രഹങ്ങളും അവരുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവരും നല്ല സന്തോഷവാന്മാരായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഗ്രഹങ്ങൾ നൽകിയവരായിരിക്കുന്ന ശുഭഫലങ്ങളെല്ലാം തന്നെ അവർ വളരെ നല്ല രീതിയിൽ നൽകുകയും ചെയ്യും. ഇത് സൂര്യൻ മുതൽ ശനി വരെയുള്ളതായിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് മാത്രമാണ് ഗ്രഹങ്ങൾ അഥവാ വീടുകൾ ഉള്ളത്. രാശിയുള്ള ഛായാഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായി ഭവനമില്ല. അവർ ഏത് ഗ്രഹത്തിന്റെ വീട്ടിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ഫലങ്ങളെയാകും നൽകുക. സൂര്യനും ചന്ദ്രനും മാത്രം ഓരോ വീടും ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ഇരട്ട വീട് കൊടുത്തിരിക്കുന്നതും ശ്രദ്ധിച്ചിരിക്കും. അല്ലെ, സൂര്യനും ചന്ദ്രനും ഓരോ വീടേ ഉള്ളുവെങ്കിലും ഇരുവരും രാശിചക്രത്തിലെ 12 രാശികൾ 6 അധിപന്മാർ തന്നെയാണ്. ഈ രാശിചക്രത്തിൽ ഗ്രഹങ്ങൾക്ക് ആധിപത്യം കൊടുത്തിട്ടുള്ളത് ഒന്ന് മനസ്സിലെത്തി കണ്ടുനോക്കൂ. ചിങ്ങം സൂര്യന്റെ സ്വക്ഷേത്രമാണ്. ചിങ്ങം മുതൽ എണ്ണിയാൽ മകരം വരെയുള്ളതായിരിക്കുന്ന 6 രാശികളാൽ സൂര്യന് ആധിപത്യമുള്ള രാശികളാണ്. അതിനാൽ ആ രാശികളെ പൗരരാശികൾ എന്നാണ് പറയുക. കർക്കിടകം ചന്ദ്രന്റെ സ്വക്ഷേത്രമാണ്. കർക്കിടകം മുതൽ പിന്നീട് എണ്ണുന്ന സമയത്ത് കുംഭം വരെയുള്ളതായിരിക്കുന്ന 6 രാശികൾ ചന്ദ്രന് ആധിപത്യമുള്ള രാശികളാണ്. അതുകൊണ്ട് തന്നെ ആ രാശികളെ ചാന്ദ്രരാശികൾ എന്നാണ് പറയുക. ഗ്രഹങ്ങളിലെ സൂര്യനെ രാജാവായി കണക്കാക്കുന്നത്, ചന്ദ്രനെ രാജ്ഞിയാണ്. അപ്പോൾ രാജാവും രാജ്ഞിയും ഈ 12 രാശിചക്രങ്ങളെയും ഭരിക്കുന്നു എന്നാണ് പറയുന്നത്. ചിങ്ങം രാശി രാജാവിന്റെ, അതായത് സൂര്യന്റെ ക്ഷേത്രമാണ്. അതിനടുത്ത കന്നിരാശി ശിവരാജാവായ ബുധന്റെ ക്ഷേത്രമാണ്. സൂര്യന് ആധിപത്യമുള്ള ക്ഷേത്രം. അതിനടുത്ത തുലാം രാശി ഗജനാഥ് സൂക്ഷിക്കുന്ന ശുക്രന്റെ ക്ഷേത്രമാണ്. അതിനടുത്ത വൃശ്ചികം രാശി പടത്തലവനായ സേനാനായകനായ ചൊവ്വയുടെ ക്ഷേത്രം. അതിനടുത്ത ധനുരാശി മന്ത്രിയായ വ്യാഴന്റെ ക്ഷേത്രമാണ്. അതിനടുത്ത മകരം രാശി ദാസന്മാർ അല്ലെങ്കിൽ പ്രജകളായ ശനിയുടെ ക്ഷേത്രം. ഇങ്ങനെ കണക്കാക്കാം. അപ്പോൾ ഒരു രാജ്യം പൂർണ്ണമാക്കുന്ന സകലരും ഇത് ഉൾപ്പെട്ടു എന്ന് വരുന്നു. ഇനി ക്രമമായി ഇതുപോലെ തന്നെ ചിന്തിക്കാം. രാജ്ഞിയായ ചന്ദ്രന്റെ ക്ഷേത്രം കർക്കിടകമാണ്. യുവരാജാവായ ബുധന്റെ ക്ഷേത്രം മിഥുനമാണ്. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ശുക്രന്റെ ക്ഷേത്രമായ ഇടവമാണ് അടുത്തതായി വരുന്നത്. അതിനടുത്ത മേടൻ രാശി പടത്തലവനായിരിക്കുന്ന ചൊവ്വയുടെ ക്ഷേത്രം. അതിന്റെ തൊട്ടടുത്ത മീനൻ രാശി മന്ത്രിയായ വ്യാഴത്തിന്റെ ക്ഷേത്രം. അതിനടുത്ത കുംഭം